വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ക്ലാസ് ഓഫ് ലേൺ വിത്ത് പ്രീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ ഡോബറൈനറിന്റെ ന്യൂലാൻസിന്റെ ഒക്കെ പീരിയോഡിക് ടേബിൾ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല. ആദ്യമായിട്ട് തന്നെ നമ്മൾ സിലബസ് പോയിന്റ് ആയിട്ടുള്ള ഡിമിട്രി ഇവാനോവിച്ച് മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് മെന്റലീഫ് തന്റെ പീരിയോഡിക് ടേബിൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. And after years of study, Mendeleev established that as atomic mass increases, the chemical and physical properties of elements are repeated in a periodic manner. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മെന്റലീഫ് തന്റെ പീരിയോഡിക് ടേബിൾ എലമെന്റ്സിന്റെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് സെറ്റ് ചെയ്തത്. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷമുള്ള പഠനങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്ത് കണ്ടെത്തി? എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് തന്നെ അവയുടെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യും, ഒരു പീരിയോഡിക് മാനറിൽ റിപ്പീറ്റ് ചെയ്യുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ അല്ലേ? സോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. പിന്നെ അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? As atomic mass increases, atomic mass എത്ര വെച്ച് കൂടുന്നോ, as atomic mass increases, the chemical and physical properties of elements are repeated in a periodic manner. Atomic mass കൂടുന്നതനുസരിച്ച് എലമെന്റ്സിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്നത് തോന്നും പോലെ ആയിരിക്കത്തില്ല, ഒരു പീരിയോഡിക് മാനറിലായിരിക്കും. ഓക്കെ, അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1869 അന്ന് അറിയപ്പെട്ടിരുന്ന ഏകദേശം 63 എലമെന്റ്സിനെ അദ്ദേഹം തന്റെ പീരിയോഡിക് ടേബിളിൽ ഉൾക്കൊള്ളിച്ചു. ഇത് മെന്റലീഫിന്റെ ഒരു മെറിറ്റ് തന്നെയായിരുന്നു. സോ ഈ കാണിച്ചിരിക്കുന്നതാണ് മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ. ഇനി നമുക്ക് മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് അതിന്റെ പോസ്റ്റ്ലേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം കോളംസ് കോൾഡ് ഗ്രൂപ്പ്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരേ പ്രോപ്പർട്ടി ഉള്ള എലമെന്റ്സിനെ സെയിം കോളത്തിൽ അറേഞ്ച് ചെയ്തു. ആ കോളങ്ങളെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു? ഗ്രൂപ്പ്സ് എന്ന് വിളിച്ചു. ക്ലിയർ ആയില്ലേ? അറ്റോമിക് മാസ് ഓഫ് സം എലമെന്റ്സ് ആർ കറക്റ്റഡ് അക്കോർഡിംഗ് ടു ദ പ്രോപ്പർട്ടീസ് ആർ റീഅറേഞ്ച്ഡ്. ഓക്കെ, എന്താണ് പ്രോപ്പർട്ടീസ് റീഅറേഞ്ച് ചെയ്തത് വെച്ച് അദ്ദേഹം അന്നുണ്ടായിരുന്ന ചില എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് എന്ത് ചെയ്തു? കറക്റ്റ് ചെയ്തു. സോ രണ്ട് മെറിറ്റ്സ് ആണ് സോഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ്? സിമിലർ പ്രോപ്പർട്ടി ഉള്ള എലമെന്റ്സിനെ സെയിം കോളങ്ങളിൽ അറേഞ്ച് ചെയ്തു. ആ കോളങ്ങളെ അദ്ദേഹം ഗ്രൂപ്പ്സ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് ചില എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് കറക്റ്റ് ചെയ്തു. വേക്കന്റ് സ്പേസസ് ആർ പുട്ട് ഫോർ എലമെന്റ്സ് യെറ്റ് ടു ബി ഡിസ്കവേർഡ്. ഇനി കണ്ടെത്താൻ കുറെ എലമെന്റ്സ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ എലമെന്റ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വേക്കന്റ് സ്പേസസ്, വേക്കന്റ് ആയിട്ട് അവിടെ സ്പേസുകൾ ഒഴിച്ചിട്ടു. ഓക്കെ, ഇനി കുറെ കൂടുതൽ എലമെന്റ്സ് കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹത്തിന് അന്നേ മനസ്സിലായതുകൊണ്ട് തന്നെ ഇനിയുള്ള എലമെന്റ്സിനായിട്ട് അദ്ദേഹം കുറെ സ്ഥലങ്ങൾ ഒഴിച്ചിട്ടിരുന്നു. അറേഞ്ച് ഓൾ ദ എലമെന്റ്സ് ഡിസ്കവേർഡ് അപ് ടു ദാറ്റ് ടൈം. അന്ന് വരെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ എലമെന്റ്സിനെയും അദ്ദേഹം തന്റെ പീരിയോഡിക് ടേബിളിൽ ഉൾക്കൊള്ളിച്ചു. സോ ഇത്രയാണ് മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ്. ഒന്നും കൂടെ വായിക്കാം. എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം കോളംസ് കോൾഡ് ഗ്രൂപ്പ്സ്. ഒരേ പ്രോപ്പർട്ടി ഉള്ള എലമെന്റ്സിനെ സെയിം കോളത്തിൽ അറേഞ്ച് ചെയ്തു. ആ കോളങ്ങളെ നമ്മൾ വിളിച്ച പേരാണ് ഗ്രൂപ്പ്സ്. അതുപോലെ അറ്റോമിക് മാസ് ഓഫ് സം എലമെന്റ്സ് ആർ കറക്റ്റഡ് അക്കോർഡിംഗ് ടു ദ പ്രോപ്പർട്ടീസ് ആർ അറേഞ്ച്ഡ്. ഓക്കെ, പ്രോപ്പർട്ടീസ് അറേഞ്ച് ചെയ്യുന്നത് അനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അന്നുണ്ടായിരുന്ന ചില എലമെന്റ്സിന്റെ അറ്റോമിക് മാസുകൾ കറക്റ്റ് ചെയ്തു. അതുപോലെ ഇനിയും കണ്ടുപിടിക്കാനുള്ള എലമെന്റ്സിനായി വേക്കന്റ് സ്പേസസ് ഇട്ടു. വേക്കന്റ് സ്പേസസ് ആർ പുട്ട് ഫോർ എലിമെന്റ്സ് യെറ്റ് ടു ബി ഡിസ്കവേർഡ്. ദെൻ അറേഞ്ച് ഓൾ ദ എലമെന്റ്സ് ഡിസ്കവേർഡ് അപ് ടു ദാറ്റ് ടൈം. അന്ന് വരെ ഉണ്ടായിരുന്ന മിക്കവാറുള്ള എല്ലാ എലമെന്റ്സിനെയും അദ്ദേഹം തന്റെ പീരിയോഡിക് ടേബിളിൽ ഉൾക്കൊള്ളിച്ചു. സോ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ ലിമിറ്റേഷനെ കുറിച്ചാണ്. സോ ആദ്യമായി സം എലമെന്റ്സ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഷോ വാസ്റ്റ് ഡിഫറൻസസ്. അതായത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരേ പ്രോപ്പർട്ടി ഉള്ള എലമെന്റ്സിനെ സെയിം ഗ്രൂപ്പിൽ അദ്ദേഹം വെച്ചു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? പക്ഷേ അങ്ങനെയല്ല. ചില ഗ്രൂപ്പുകളിൽ എങ്ങനെ വന്നു? വാസ്റ്റ് ഡിഫറൻസ് ഉള്ള ചില എലമെന്റ്സ് സെയിം ഗ്രൂപ്പിൽ തന്നെ വന്നു. പ്രോപ്പർട്ടിയിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ള എലമെന്റ്സ് ഒരേ ഗ്രൂപ്പിൽ വന്നു, ഒരേ കോളത്തിൽ വന്നു. അത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ ആദ്യത്തെ ലിമിറ്റേഷൻ ആണ്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ലിമിറ്റേഷൻ ആണ് കനോട്ട് പ്ലേസ് ഹൈഡ്രജൻ കറക്റ്റ്ലി. അദ്ദേഹത്തിന് ഹൈഡ്രജനെ കറക്റ്റ് ആയിട്ട് എവിടെയും കൊണ്ട് വയ്ക്കാൻ പറ്റിയില്ല അല്ലെ? നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ ഹൈഡ്രജൻ ഈസ് ദ ഈസിയസ്റ്റ് എലമെന്റ്, ലൈറ്റസ്റ്റ് എലമെന്റ് ഹൈഡ്രജൻ ആണ്, 1H1 അല്ലേ? സോ അദ്ദേഹത്തിന് എന്ത് പറ്റിയില്ല? പക്ഷെ മെന്റലീവിന് ഹൈഡ്രജന് തന്റെ പീരിയോഡിക് ടേബിളിൽ കറക്റ്റ് ആയിട്ടൊരു പൊസിഷൻ കൊടുക്കാനായിട്ട് പറ്റിയില്ല. അടുത്ത ലിമിറ്റേഷൻ എന്താണ്? cannot keep the
കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ഇൻ കേസ് ഓഫ് ഓൾ എലമെന്റ്സ്. നമ്മൾ പറഞ്ഞു മെന്റലീഫ് തന്റെ പീരിയോഡിക് ടേബിൾ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിലാണ് സെറ്റപ്പ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ എല്ലാ സ്ഥലത്തും ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിന്റെ റൂള് പാലിക്കാൻ ആർക്ക് പറ്റിയില്ല? മെന്റലീഫിന് പറ്റിയില്ല. അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പീരിയോഡിക് ടേബിൾ എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്യാൻ മെന്റലീഫിന് സാധിച്ചില്ല. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ടേബിൾ കനോട്ട് ഗിവ് കറക്റ്റ് സെപ്പറേറ്റ് പൊസിഷൻ ഫോർ ഐസോടോപ്സ്. അദ്ദേഹത്തിന്റെ ടേബിളിൽ ഐസോടോപ്പുകൾക്ക് കറക്റ്റ് സെപ്പറേറ്റ് പൊസിഷൻ കൊടുക്കാൻ പറ്റിയില്ല. ഐസോടോപ്പുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഐസോടോപ്സ് എന്ന് വെച്ചാൽ എന്താണ്? ആറ്റംസ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഓക്കെ, ഐസോടോപ്പ് എന്ന് വെച്ചാൽ ആറ്റം ആണ്. ഓക്കെ, അതെന്തായിരിക്കും? സെയിം അറ്റോമിക് നമ്പർ ഉള്ള ആറ്റംസ് ആയിരിക്കും, പക്ഷേ അവയുടെ മാസ് നമ്പർ എന്തായിരിക്കും? വ്യത്യാസമാണ്. ഫോർ എക്സാമ്പിൾ 1H1, 1H2, 1H3. ഇതെന്താണ്? ഹൈഡ്രജന്റെ ഐസോടോപ്സ് ആണ്. ഐസോടോപ്പ് നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, എന്താണ്? അറ്റോമിക് നമ്പർ സെയിം ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? താഴെ സെയിം ആണ്. നമ്മൾ അറ്റോമിക് നമ്പർ സാധാരണ എന്താണ്? ഒരു എലമെന്റിന്റെ ലെഫ്റ്റിൽ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണല്ലോ എഴുതുന്നത്. സോ താഴെ സെയിം ആണ്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ മാത്രം വ്യത്യാസം. 1H1, 1H2, 1H3. സോ ടോപ്പിൽ എഴുതുന്നത് എന്താണ്? മാസ് നമ്പർ ആണ്. സോ മാസ് നമ്പറിൽ മാത്രമാണ് വ്യത്യാസം. ഐസോടോപ്പ് ടോപ്പിൽ മാത്രം വ്യത്യാസം എന്ന് ഓർത്തിരിക്കുക. സോ ഹൈഡ്രജന്റെ ആദ്യത്തെ ഐസോടോപ്പ്, ലൈറ്റസ്റ്റ് ഐസോടോപ്പ് ആണ് പ്രോട്ടിയം. അതിന്റെ ഫോർമുല എന്താണ്? 1H1. രണ്ടാമത്തെ ഐസോടോപ്പ് ആണ് ഡ്യൂട്ടീരിയം. അതിനെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? 1H2. ഓക്കെ, മൂന്നാമത്തതാണ് ട്രിഷ്യം. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് 1H3 എന്നാണ്. ഓക്കെ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. പ്രോട്ടിയം അറ്റോമിക് നമ്പർ ഈസ് 1, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എല്ലാത്തിന്റെയും അറ്റോമിക് നമ്പർ 1 ആണ്. ഡിഫറൻസ് ഈസ് ഇൻ മാസ് നമ്പർ. പ്രോട്ടിയത്തിന്റെ മാസ് നമ്പർ 1 ആണ്, ഡ്യൂട്ടീരിയത്തിന്റെ 2 ആണ്, ട്രിഷ്യത്തിന്റെ 3 ആണ്. അങ്ങനെയാണെങ്കിൽ അവയിൽ എന്തായിരിക്കും മാറുക? നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും സെയിം ആയിരിക്കും. ന്യൂട്രോൺ നമ്പറിൽ മാത്രമായിരിക്കും വ്യത്യാസമുള്ളത്. നമ്മൾക്കറിയാം ന്യൂട്രോണിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, ദാറ്റ് ഈസ് A മൈനസ് Z, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അതായത് പ്രോട്ടിയത്തിൽ ന്യൂട്രോൺസ് ഒന്നും തന്നെ ഇല്ല. ഡ്യൂട്ടീരിയത്തിന്റെ ആണെങ്കിലോ, ഡ്യൂട്ടീരിയത്തിന്റെ മാസ് നമ്പർ എത്രയാണ്? 2 ആണ്. മാസ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ A ആണ്, അറ്റോമിക് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Z ആണ്. തിരിഞ്ഞു പോകരുത്. അറ്റോമിക് നമ്പർ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ അല്ല A ഡിനോട്ട്സ് മാസ് നമ്പർ. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഡ്യൂട്ടീരിയം എത്രയാണ്? ഡ്യൂട്ടീരിയത്തിൽ എത്ര ന്യൂട്രോൺസ് ആണുള്ളത്? ന്യൂട്രോൺസിന്റെ നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ന്യൂട്രോണിന്റെ നമ്പർ ഇസ് ഗിവൻ ബൈ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഡ്യൂട്ടീരിയത്തിന്റെ മാസ് നമ്പർ 2 ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. Therefore നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഫോർ ഡ്യൂട്ടീരിയം ഇസ് ഈക്വൽ ടു 2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ അടുത്ത ഐസോടോപ്പ് ആണ് ട്രിഷ്യം. ട്രിഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ സെയിം ആണ്, Z ഈസ് ഈക്വൽ ടു 1. മാസ് നമ്പർ എത്രയാണ്? 3 ആണ്. Therefore നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, ദാറ്റ് ഈസ് 3 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2. അതായത് ഐസോടോപ്പുകൾക്ക് അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, സെയിം എലമെന്റ് ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കും. ടോപ്പിലെ വ്യത്യാസം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതായത് മാസ് നമ്പർ വ്യത്യാസമാണെങ്കിൽ അവയുടെ അറ്റോമിക് മാസും വ്യത്യാസമാണ്, അതുപോലെ തന്നെ അവയുടെ ന്യൂട്രോൺ നമ്പറും വ്യത്യാസമാണ്. ഇനി ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക ഐസോടോപ്സിനെ പറ്റി. ഐസോടോപ്സ് ഡിഫർ ഫ്രം മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഐസോടോപ്സിന് ഏതിലൊക്കെയാണ് വ്യത്യാസം? മാസ് നമ്പറിലും അറ്റോമിക് മാസിലും ന്യൂട്രോണിന്റെ നമ്പറിലുമാണ് വ്യത്യാസം. എന്നാൽ ഇലക്ട്രോണിന്റെ നമ്പറിലോ പ്രോട്ടോണിന്റെ നമ്പറിലോ അതായത് അറ്റോമിക് നമ്പറിൽ അവയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അവ ഒരേ എലമെന്റിന്റെ തന്നെ ഡിഫറെന്റ് ആറ്റംസ് ആണ്. സോ ഫാർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ്. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അറ്റോമിക് മാസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അദ്ദേഹം തന്റെ പീരിയോഡിക് ടേബിൾ സെറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഗുണങ്ങളെ കുറിച്ച് ആദ്യം പറഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? അതിന്റെ ലിമിറ്റേഷൻസും പറഞ്ഞു. ഓക്കെ അല്ലേ? മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിന്റെ ഒരേ ഗ്രൂപ്പിൽ സെറ്റ് ചെയ്തു, അതിനെ അദ്ദേഹം ഒരേ കോളത്തിൽ സെറ്റ് ചെയ്തു, അതിനെ അദ്ദേഹം ഗ്രൂപ്പ്സ് എന്ന് വിളിച്ചു. അതുപോലെ അറ്റോമിക് മാസ് ഓഫ് സം എലമെന്റ്സ് ആർ കറക്റ്റഡ്. അന്നുണ്ടായിരുന്ന എല്ലാ എലമെന്റ്സിനെയും അദ്ദേഹം തന്റെ പീരിയോഡിക് ടേബിളിൽ ഉൾക്കൊള്ളിച്ചു. അതുപോലെ ഇനിയും കണ്ടുപിടിക്കാനുള്ള എലമെന്റ്സിനായിട്ട് വേക്കൻറ്റ് സ്പേസസ് സെറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞത്. അതായത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് ഒരേ ഗ്രൂപ്പിൽ വന്നു. ഹൈഡ്രജന് കറക്റ്റ് ആയിട്ടൊരു പൊസിഷൻ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ എല്ലായിടത്തും അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്
അതേ റൂള് ഫോളോ ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഐസോടോപ്സിന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഐസോടോപ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. സോ ഫാർ ഇന്ന് ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഇനി നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങൾ ദയവായിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് മീ പ്രീത എസ് ഹാനു സൈനിങ് ഔട്ട് ഫ്രം ലേൺ വിത്ത് പ്രീ. ടാറ്റാ ബൈ.